സർവീസ് സംഘടനകൾ, എല്ലാ സംഘടനകളും സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 5 വർഷവും കൃത്യമായി ഓരോ 6 മാസത്തിനിടയ്ക്കും കൃത്യമായി DA നൽകിയിരുന്നു. എന്തുകൊണ്ട് ഈ 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് അങ്ങനെ കൃത്യമായി DA കുടിശ്ശിക നൽകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അതിന് ഫണ്ട് വിലയിരുത്തിയിട്ടില്ല. ശരി, കേരളത്തിലെ ഈ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു അതൃപ്തി സർക്കാർ ബാക്കിയാക്കിയിരിക്കുകയാണ്. DA കുടിശ്ശികയുടെ കാര്യം കോടതി വന്നപ്പോൾ സർക്കാർ നിയമപരമായ ബാധ്യതയില്ല എന്ന് കൂടി പറയുന്നതിലേ ഉണ്ടായി. പക്ഷേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല എന്ന് വിമർശിക്കുന്നു പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ. എന്ന് മാത്രമല്ല, ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലും ഇറങ്ങിപ്പോകുന്ന മൊമെൻ്റായിട്ട് കൂടി തീരുമാനമൊന്നുമില്ല, വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമേ ഉള്ളൂവെന്നാണ്. ഞാൻ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന് നമുക്കറിയാം. എപ്പോഴും എല്ലാ സർക്കാരുകളും അവരുടെ സന്തോഷം ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി നിലനിർത്താറുമുണ്ട്. ഇവിടെ നിങ്ങൾ ഇവരുടെ അതൃപ്തി ബാക്കിയാക്കിയാണോ നിൽക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം. ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നല്ലത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. UDFന്റെ കാലത്ത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക 10,700 കോടി രൂപയാണ് 5 വർഷം കൊണ്ട്. LDFന്റെ കാലത്ത് ഇപ്പൊ 10 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 90,000 കോടി രൂപയിലധികം ഇതേ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അന്ന് ക്ഷേമ പദ്ധതികൾ ഗുണം കിട്ടിക്കൊണ്ടിരുന്നവരുടെ ഇരട്ടിയിൽ അധികം ആളുകൾക്ക് ഇപ്പോൾ ഗുണം കിട്ടുന്നു. ഈ യാഥാർത്ഥ്യം അങ്ങ് അംഗീകരിച്ചു. പല UDF നേതാക്കന്മാരും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. 1 രൂപ പോലും ക്ഷേമ പദ്ധതികളുടെ പേരിൽ കുടിശ്ശികയുമില്ല. അതുകൊണ്ട് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വലിയ വ്യത്യാസം, എണ്ണത്തിലും തുകയിലുമുള്ള വലിയ വ്യത്യാസം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്. മറ്റു ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് ഇപ്പൊ 9,000 രൂപയാക്കി മാറ്റി. ഇപ്പൊ 1 മാസം മുമ്പ് 1000 രൂപ വർദ്ധിപ്പിച്ചു, ഇന്ന് 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഓണറേറിയം 9,000. രാജ്യത്ത് ഇത്രയും ഓണറേറിയം കിട്ടുന്ന ഇൻസെന്റീവും ഓണറേറിയം വെച്ച് നോക്കുക 10,000-15,000 രൂപയായി. അത്രയും വർധനവ് കിട്ടുന്ന ഒരു സാഹചര്യം മറ്റൊരിടത്തും ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. പിന്നെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം, ബഹുമാനപ്പെട്ട ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ് മനസ്സിലാക്കേണ്ടത്, കോവിഡിന്റെ ഏറ്റവും ദുരന്ത കാലഘട്ടത്തിൽ പോലും ശമ്പള വർധനവ് ഏറ്റവും ഗംഭീരമായി നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അന്ന് നമുക്കറിയാം, തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നല്ലോ. എല്ലാ വരുമാനവും തകർന്ന്, GDP ഒക്കെ തകർന്ന് തരിപ്പണമാക്കി കിടക്കുന്ന കാലത്തിൽ പോലും നിങ്ങളെ അഡ്രസ് ചെയ്ത് വലിയ വർധനവ് അന്ന് തരാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. അതുപോലെ DA കുടിശ്ശിക, അപ്പൊ കഴിഞ്ഞ മാസം ഒരു കുടിശ്ശിക തന്നു, ഒരു ഗഡു തന്നു. ഇപ്പോ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം ഒരു ഗഡു, അതുപോലെ തന്നെ മാർച്ചിലോടുകൂടി ഗഡു പൂർത്തീകരിക്കും എന്ന് തന്നെയാണ്. DA കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും എന്ന് തന്നെയാണ്. അവശേഷിക്കുന്ന DA കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം എന്ന് തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. ഒരു പ്രതിപക്ഷ സംഘടനയുടെ ഭാരവാഹി എന്ന രൂപത്തിൽ അങ്ങക്ക് ഇത് പറഞ്ഞേ പറ്റൂ എന്നറിയാം. പക്ഷേ ജീവനക്കാരെ എല്ലാം വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ ചെയ്ത ഒരു പ്രത്യേക കാര്യം, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ജീവനക്കാരെടുത്ത എഫർട്ടിനെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ധനകാര്യമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നത്. നിങ്ങളെ അഭിനന്ദിക്കുന്ന വാചകങ്ങൾ അങ്ങ് തന്നെ വായിച്ചല്ലോ ഇവിടെ. അതുകൊണ്ട് നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ആശയം വച്ചിരിക്കുക. ഇനി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിന്റെ ചർച്ച വരും. കൃത്യമായി MLA-മാർക്ക്, പ്രതിപക്ഷ MLA-മാർക്കും ഭരണപക്ഷ MLA-മാർക്കും എല്ലാം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഈ ബജറ്റ് ഏറ്റവും അവസാനം പാസ്സാക്കുമ്പോഴാണല്ലോ ഇതിലെ പൂർണ്ണമായിട്ട് വരിക. അപ്പൊ അതിൽ തന്നെ ചെറിയ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും വരും. കൃത്യമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധം കൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്ന UDFന്റെ പ്രതിനിധി. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമുക്കറിയാം, നമുക്ക് ചർച്ച ചെയ്യാം, പുതിയ ആശയങ്ങൾ വരട്ടെ. ഒരു ആശയം വരുമ്പോഴേക്കും ഞങ്ങൾ അതിനെ എതിർക്കും, ഇതൊക്കെ മൊത്തം പ്രശ്നമാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചാൽ എങ്ങനെയാ? എത്ര പ്രതിസന്ധി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പോലും ധനകാര്യ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു നേട്ടമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ കിട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ വിഷമം. സുപ്രീം കോടതി തന്നെ നിങ്ങൾ പറയുന്നതിൽ മെറിറ്റ് ഉണ്ട്, ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും എന്തോ ഉണ്ടല്ലോ, എന്തോ ശരിയാണല്ലോ എന്നെങ്കിലും നിങ്ങൾ നടിച്ചില്ലല്ലോ. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരെ കേന്ദ്രത്തിന്റെ ഒരു അവഗണനയൊക്കെ പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കടം എഴുതി തള്ളാൻ പറഞ്ഞല്ലോ ഹൈക്കോടതി. ചൂരൽമല മുണ്ടക്കൈയിലെ ദുരന്ത ബാധിതരായ എല്ലാം നശിച്ചുപോയ മരണപ്പെട്ടുപോയവരുടെ കുടുംബം കടം എഴുതി തള്ളാൻ ബാങ്കുകളോട് പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 13 അതിന് അധികാരം കൊടുക്കുന്നുണ്ട്. ഒരു 10 തവണയെങ്കിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. എഴുതി തള്ളിയോ? ഇപ്പൊ ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചു 18 കോടിയിലധികം തുക കടം മുഴുവൻ എഴുതി തള്ളാൻ. അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ബാങ്ക് എഴുതി തള്ളില്ലോ, കൊടുക്കണം അവർക്ക്. അത്തരത്തിൽ എത്രയോ പുതിയ തീരുമാനങ്ങളാണ് നമ്മൾ ബജറ്റിന്റെ പുറത്തും എടുക്കേണ്ടി വരുന്ന സാഹചര്യം.
ഇതൊക്കെ നല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ്, ധൈര്യത്തോടെ ഇടപെടുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കില്ല. 2021 CP ജോണിന്റെ മറുപടിയിലേക്ക് പോകുന്നു. സിബി മുഹമ്മദ്, താങ്കൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പം അരുൺകുമാർ പറഞ്ഞതനുസരിച്ചാണ്. മുൻപ് നമ്മൾ ഇവിടെ സാലറി ചലഞ്ച് നടന്ന ഘട്ടത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞു ശമ്പളം എന്ന് പറയുന്ന ഒരു തൊഴിലാളിയുടെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല എന്ന് അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു.